ഇന്നത്തെ ക്യാമ്പിന്റെ ഉദ്ദേശമാണ് നിങ്ങൾക്കെല്ലാവർക്കും ഫയർ ഫൈറ്റിന്റെ ട്രെയിനിങ് തരിക എന്നുള്ളത്. എവിടെയും പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായാൽ നിങ്ങൾക്ക് തീയണയ്ക്കാൻ പറ്റണം, ജീവൻ പണയം വെച്ച് ബാക്കിയുള്ളവരെ രക്ഷിക്കുകയും വേണം. ഇപ്പൊ നോക്കൂ, ഈ തീയെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വെച്ച് എങ്ങനെ അണയ്ക്കാമെന്ന്. ഇതാ നോക്കൂ, ഇങ്ങനെയാണ് തുറക്കേണ്ടത്. പിന്നെ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്തിൽ നിന്ന് ഫോം പുറത്തേക്ക് വരും. അങ്ങനെ നമുക്ക് തീ അണയ്ക്കാം. ഇങ്ങോട്ട് തരൂ, ഞാൻ ട്രൈ ചെയ്യാം. സോറി, എന്റെ കൈ ഞാൻ പോലും അറിയാതെ പ്രവർത്തിച്ചതാ. വെരി സോറി. ഇനി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് വെള്ളത്തിന്റെ ടാങ്കിൽ നിന്ന് പൈപ്പ് എടുത്ത് തീ അണയ്ക്കാനുള്ള വഴികൾ. ഞങ്ങൾക്കത് അറിയാം സാർ. ഞങ്ങൾ ഇതിനു മുമ്പ് പലവട്ടം വെള്ളത്തിന്റെ ടാങ്കുകൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാ ശരി, ഒന്ന് കാണിച്ചേ. താഴെ ഇറക്കന്നെ, താഴെ ഇറക്ക്. എന്തിനാ നിങ്ങൾ രണ്ട് പുറകെ നടന്ന് എന്നെ ഉപദ്രവിക്കുന്നത്? വെള്ളം പെട്ടെന്ന് നിർത്ത്, വെള്ളം നിർത്ത്. വെള്ളം ഓണാക്ക്, വെള്ളം ഓണാക്ക്. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, ഇവന്മാരായാലും ഒന്ന് പറഞ്ഞു വിടോ. രക്ഷിക്കണേ. മോട്ടു പത്രു, നിങ്ങളൊന്ന് സൈഡിലേക്ക് മാറി നിന്നേ. ഇനി ടീം ലീഡറിനെ അങ്ങനെ ഉപദ്രവിക്കരുത്. മതി. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, സേഫ്റ്റി നെറ്റ് ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ആ താഴെ നിൽക്കുന്നവർ പിടിക്കുന്നത് പോലെ. ആരൊക്കെയാണ് സേഫ്റ്റി നെറ്റ് പിടിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? പറയൂ. ഓക്കേ, നല്ല ശക്തിയായിട്ട് പിടിക്കണം. എന്നിട്ട് കണ്ടോളൂ ഞാൻ എങ്ങനെയാ ചാടുന്നതെന്ന്. ഒരു മിനിറ്റ്. നിങ്ങൾ എന്തിനാ പിന്നാലെ നടന്ന് എന്നെ ഉപദ്രവിക്കുന്നത്? സേഫ്റ്റി നെറ്റ് എന്തിനാ വിട്ടത്? ഞാൻ ഇതാണ് ചോദിക്കാൻ വന്നത്. ഈ സേഫ്റ്റി നെറ്റ് നല്ല ബലമുള്ളതാണോന്നാ? ബലം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എടുത്ത് ചാടുവോടോ മണ്ട. പെട്ടെന്ന് പോയിക്കോ ഇവിടുന്ന്. നിങ്ങളെ ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ ഒരു മിനിറ്റ് പോലും അനുവദിക്കയില്ല. ഇല്ലെങ്കിൽ ട്രെയിനിങ് നിർത്തും. പോ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ഇവിടുന്ന് പോയിട്ട് ദൂരെ പോയി നിൽക്ക്, അല്ലെങ്കിൽ ഇവര് ട്രെയിനിങ് നിർത്തി വെക്കും ബ്രോ. സംഭവിച്ചതൊന്നും ശരിയല്ല പത്ലു. പക്ഷെ എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. വരൂ, നമുക്ക് ചെന്ന ടാങ്കറിനകത്ത് ഒളിച്ചിരിക്കാം പത്ലു. എന്നിട്ട് അയാൾ പഠിപ്പിക്കുന്നത് നോക്കാം. ഇങ്ങോട്ട് നോക്കൂ, ഈ ഏണിയെ വളരെ മുകളിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ഉയരമുള്ള ബിൽഡിംഗിൽ നിന്നും നമുക്ക് ആളുകളെ രക്ഷിക്കാൻ കഴിയും. ഓ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്താ പഠിപ്പിക്കുന്നതെന്ന്. രക്ഷിക്കണേ. ഇതെന്താ സംഭവിക്കുന്നത്? നിർത്ത്. അകത്താരാളാ? നിർത്ത്. വീണ്ടും എന്തോ സംഭവിച്ചു എന്ന് തോന്നുന്നു. താഴെ ഇറക്ക്. ജീവന് കൊതിയുണ്ടെങ്കിൽ ഓടിക്കോ. ഇതെന്താ നടക്കുന്നത്? ഇതെന്താ നടക്കുന്നത്? അയ്യോ, എന്താ ഇത്? ആരെങ്കിലും വണ്ടി നിർത്തോ? പത്ലു, നമ്മുടെ ലീഡർ ഏണിയുടെ മുകളിൽ കുടുങ്ങിയിരിക്കുക. ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. എല്ലാവർക്കും ഫയർ ഫൈറ്റർ ആകാനുള്ള ആഗ്രഹമുണ്ട്. ഞാനെന്താ കാണുന്ന കാടിന് തീ വെക്കാൻ പോവാ. എല്ലാവരും തീ അണയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മള് ഫുർഫുരി നഗരത്തിൽ സമാധാനത്തോടെ കൊള്ളയടിക്കും. കൊള്ളാം ബോസ്, കൊള്ളാം. വളരെ നല്ല ഐഡിയ. വേഗം വേഗം.
പത്ലു വേഗം വന്നേ, കാട്ടില് തീ പിടിച്ചിട്ടുണ്ട്. ഇനിയും തീ കൂടിക്കഴിഞ്ഞാൽ അത് ഫുർഫുറെ നഗരത്തെ ബാധിക്കും. ആ ചിങ്കം സാറേ നിൽക്കൂ. നിങ്ങളോട് ഞാൻ ബൈക്കിലല്ലേ ഇരിക്കാൻ പറഞ്ഞത്, നിങ്ങൾ എന്തിനാ ഈ റോഡിലിരിക്കുന്നത്? രണ്ടാളും വേഗം കേറി ഇരുന്നേ. ഏ കാടേ, ഞങ്ങളിതാ വരുന്നു തീനെ അടയ്ക്കാൻ വേണ്ടി. ആ ചിങ്കം സാറേ, ഹലോ, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. എന്റെ അമ്മോ, അത് എന്റെ ഡയലോഗ് ആണല്ലോ. നിങ്ങൾ വെറുതെ അങ്ങനെ റോഡിലിരുന്ന് എന്റെ സമയം കളയല്ലേ. വണ്ടി കയറ്. ആ അയ്യോ, ഓടിക്കോ. പോകാ. ഇപ്പൊ എല്ലാവരും തീ അണയ്ക്കുന്ന തിരക്കിലാണ്. വരൂ, നമുക്ക് നമ്മുടെ ജോലി നോക്കാം. ജോണായിരിക്കും ഡോൺ, ഈ ജോൺ തന്നെയായിരിക്കും ഡോൺ. പെട്ടെന്ന് ആ വെള്ളം ഒന്ന് ഓണാക്ക്. ശരി. സാറേ, നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ദേ ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഇതുവരെ എനിക്ക് വിഷമമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എനിക്ക് ഇപ്പൊ വിഷമം തുടങ്ങി. സാർ, നിങ്ങൾ വെള്ളത്തിന്റെ പൈപ്പ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് വെള്ളം ഒഴിക്കുന്നില്ല? ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. മുഴുവൻ കാട്ടിലും വെള്ളം എത്തില്ല. എങ്ങനെയെങ്കിലും മുകളിൽ നിന്ന് വെള്ളമോ ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ ഫോമോ ഒഴിച്ചില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാകും. ഞാൻ ഈ പൈപ്പൊക്കെ ഒന്ന് ചുറ്റി വെക്കാം. അപ്പോഴേക്കും നിങ്ങൾ മോളിൽ നിന്ന് വെള്ളം ഒഴിക്കാനുള്ള ഐഡിയ ഒന്ന് ആലോചിച്ച് വെക്കാം. എന്താണ് ഈ ചെയ്യുന്നത്? സർ സർ, ഞാൻ ഈ പൈപ്പുകളൊക്കെ ചുറ്റി വെച്ചു കേട്ടോ. എനിക്കതറിയാം. നിങ്ങൾ രണ്ടും എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഓ സോറി സോറി സർ, വെരി വെരി സോറി സർ. എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. എന്നിട്ട് എന്നെ ഒന്ന് വെറുതെ വിട്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്ലു? നീ തന്നെ ആലോചിക്കേ, ഈ തീ എങ്ങനെയാ നമ്മൾ അണയ്ക്കുക? ഐഡിയ. വരൂ, മുകളിൽ നിന്ന് വെള്ളമൊഴിച്ച് തീ അണയ്ക്കാം നമുക്ക്. ഇവന്മാർ രണ്ടും എന്നെ മുകളിലേക്ക് അയച്ചിട്ടേ അടങ്ങുമെന്നാ തോന്നുന്നേ. അതെ, ഈ കരച്ചിലും പിടിച്ചിലൊക്കെ ഒന്ന് നിർത്തിയിട്ട് വെള്ളം എടുത്ത് ഒഴിക്കാൻ നോക്ക്. ഇറക്ക് ഇറക്ക്, ഇത് ഫ്ലൈയിങ് ടാങ്കർ അല്ല മമ്മി. പത്ലു, ഇവിടെ വെള്ളം കുറഞ്ഞോണ്ടിരിക്കുക. ടാങ്കറിന് താഴെ മാത്രമേ വെള്ളമുള്ളൂ. അതുകൊണ്ടാ പൈപ്പിലൂടെ വെള്ളം വരാത്തത്. ടാങ്കറിനെ തിരിച്ചിട്ടാലോ? മമ്മി പ്ലീസ്, മമ്മി വേണ്ട വേണ്ട, വണ്ടി തിരിക്കരുത്. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് തന്നെയാ. മൂട്ടുപത്ലുവിന്റെ കൂടെ ഒരു കാര്യവും നേരെ പോവില്ല ചങ്ക്. എന്റെ അമ്മോ, നിങ്ങൾ വെറുതെ അങ്ങനെ ഒച്ച വെക്കല്ലേ. എന്റെ കൈ ചിലപ്പോ പിടിവിട്ട് പോകും. ഏ പത്ലു, സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഭാരതമാതാവാണ് സത്യം. ആ കൊള്ളാലോ, തീയൊക്കെ അണഞ്ഞല്ലോ. പത്ലു, ഇനി ടാങ്കർ നേരെ ആയിക്കോളൂ.
പത്തുലു അങ്ങോട്ട് നോക്കൂ. ജോൺ എത്ര ബാഗുകളായിട്ട് അവിടെ നിൽക്കുന്നെന്ന്. എനിക്ക് തോന്നുന്നത് ഫുർഫുറി നഗരം മുഴുവനും ഇവൻ തുടച്ചെടുത്തെന്നാ. വരൂ, അവനോട് ഒരു ഹലോ പറഞ്ഞേക്കാം. സോറി സോറി, എനിക്ക് അബദ്ധം പറ്റിപ്പോയതാ, എന്നോട് ക്ഷമിക്ക്. ഇനി ഇത് ആവർത്തിക്കില്ല. സോറി സോറി, ഞാൻ സറണ്ടർ ചെയ്തോളാം. പോലീസ് പോലീസ് പോലീസ്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. മോട്ടു പത്തുലു, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. നിങ്ങൾ തീ അണച്ചിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും വളരെ വ്യത്യസ്തരാണ്. നിങ്ങളുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ വളരെ ധൈര്യശാലികളാണ്. ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും ഫയർ ഫൈറ്ററുടെ സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. പിന്നെ സർക്കാരിൽ നിന്ന് സമ്മാനവും വാങ്ങിത്തരും. താങ്ക് യു സർ. കാടാണിത്. അയ്യോ, ദേ കണ്ടില്ലേ ഈ നട റോഡിൽ എവിടുന്ന ഈ കരടി വന്നത്? ആരും ബഹളം വെക്കരുത്. പൊളിച്ചെടുത്തല്ലോ. അതിന് ഈ റോഡ് മാത്രമേ കിട്ടിയുള്ളൂ കിടന്നുറങ്ങാനായിട്ട്. എന്തായി കാണിക്കുന്നത്? അത് ഉറക്കത്തുനിന്ന് എഴുന്നേക്കൂലേ? അത് കിടന്നുറങ്ങുകയാണ്. പക്ഷെ ദേ ഇത് ഉണർന്നിരിക്കുകയാണ്. പത്തുലു, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നീയൊന്നും ഒച്ച വെക്കാതിരിക്കേ. ഇത് എന്തിനാണോ ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നത്? ദേ കണ്ടില്ലേ, കാടിന്റെ നടുവിൽ ഒരു ബംഗ്ലാവ്. വരൂ, നമുക്കൊന്ന് അകത്തേക്ക് പോയി നോക്കാം. ആരെങ്കിലും അകത്തുണ്ടോ എന്തോ? ആരാ അകത്തുള്ളത്? ഒന്ന് തുറന്നേ. ഞങ്ങള് സിറ്റിയിലേക്ക് പോവായിരുന്നു, പക്ഷെ വഴിയിൽ വെച്ച് കുടുങ്ങിപ്പോയി. ഈ ഒരു രാത്രി മാത്രം ഞങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ. അതിനെന്താ, ഇങ്ങോട്ട് വന്നോളൂ. പക്ഷെ ഇവിടെ ഒന്നിലും തൊടാൻ പാടില്ല. ഇതൊരു മന്ത്രവാദിയുടെ കൊട്ടാരമാ. അദ്ദേഹം ഇപ്പൊ പുറത്തേക്ക് പോയിരിക്കയാ. ഇവിടെ എല്ലാ വസ്തുക്കളിലും മാന്ത്രിക ശക്തിയുണ്ട്. ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ എടുത്തു വെക്കട്ടെ. പക്ഷേ പറഞ്ഞത് ഓർമ്മ വേണം, ഒന്നിലും തൊടരുത്. വരൂ, നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ കാണാം. നോക്കാലോ ഈ മന്ത്രവാദി എങ്ങനെയാ ഉള്ളതെന്ന്, അല്ലേ? വേണ്ട മോട്ടു. മോട്ടു, ബുക്ക് അടയ്ക്കേ. കണ്ടില്ലേ, ബുക്ക് തുറന്നപ്പോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. അടയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞതല്ലേ ഒന്നിലും തുടരുതെന്ന്. അതടച്ചു വെക്ക്, വേഗം അടയ്ക്ക്. ഒരു വലിയ ബോക്സറെ മന്ത്രവാദി ഈ ആൽബത്തിൽ ബന്ധിച്ചിട്ടിരിക്കുക. ആ ബോക്സറുടെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. വല്ലു ബോക്സറിനെ ഈ ആൽബത്തിൽ നിന്ന് പുറത്തെടുത്തതിന്റെ അർത്ഥം നീ എന്നോട് ബോക്സിംഗ് ചെയ്യാൻ വെല്ലുവിളിക്കുന്നു. വരൂ, മല്ലു ബോക്സർ ഇന്നേ വരെ ആരോടും തോറ്റിട്ടില്ല. All the best. I am the greatest. നീ ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല. നിന്റെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല. എന്തൊക്കെയുണ്ട് ഓൾഡ് മാൻ? ഞാനൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് കള്ളന്മാരിവിടെ കയറി വന്നു. അബദ്ധത്തിൽ അവരുടെ കൈകൊണ്ട് ഈ ആൽബം തുറന്നുപോയി. എന്നിട്ട് അവർ ഓടിപ്പോയി. അല്ല, നിങ്ങൾ ആരെയായി കള്ളെന്ന് പറഞ്ഞത്? ബല്ലു ചേട്ടാ, ഞങ്ങൾ കള്ളന്മാരൊന്നും അല്ല. വേണമെങ്കിൽ കൂട്ടുകാരോട് ചോദിച്ചു നോക്കൂ. ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചതാ, പക്ഷെ സ്വയം കുടുങ്ങിപ്പോയല്ലോ. ഒന്ന് വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. അല്ലെങ്കിൽ ഈ ബോക്സറുമായി ആരെങ്കിലും യുദ്ധം ചെയ്ത് തോറ്റുപോയാ അവരെ ഈ ആൽബത്തിൽ അടച്ചു വെക്കും. അതിനനുസരിച്ച് ഇവന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. ഞാൻ നിങ്ങളെ ഇവിടുന്ന് വിടില്ല. കാരണം ഐ ആം ദ ബെസ്റ്റ്. ഐ ആം ദി ഗ്രേറ്റസ്റ്റ്.
ഇതെന്താ സംഭവിക്കുന്നത്? ഇവിടുന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ട് പോവാൻ കഴിയില്ല. കേൾക്കൂ, ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് പുറത്തു പോയി രക്ഷപ്പെടാൻ നോക്ക്. വേഗം. എന്റെ രോഗികളാണ് സത്യം. ഇനി ആ വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും പോവില്ല. I am the best. I am the greatest. ഏറ്റവും ആദ്യം നീ എന്നോട് ഫൈറ്റ് ചെയ്യൂ, പിന്നെ ഇവന്മാർ. Come on, fight, fight. പൊളിച്ചെടുത്തല്ലോ. എനിക്ക് ബോക്സിംഗ് ചെയ്യാൻ അറിയില്ല. മോട്ടു പത്ലു രക്ഷിക്കണേ. മമ്മി രക്ഷിക്കൂ. വേണ്ട. അല്ല, ഞാനൊന്ന് നോക്കട്ടെ. I am the best. I am the greatest. ഇനി ആരും ഫൈറ്റ് ചെയ്യും? നീ ഫൈറ്റ് ചെയ്യുമോ മെലിഞ്ഞുണങ്ങിയ മനുഷ്യ? ഞാൻ ഫൈറ്റ് ചെയ്യില്ല. ഞാൻ ഒരിക്കലും ഫൈറ്റ് ചെയ്യില്ല. ഇതെന്താണ്? എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ഞാനിത് എവിടെയാ എത്തിപ്പെട്ടിരിക്കുന്നത്? എന്റെ പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. നമ്മുടെ ബോക്സറേട്ടൻ ഇപ്പൊ റിംഗിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാവും. അദ്ദേഹത്തിന് ഇവനെ തോൽപ്പിക്കാൻ കഴിയും. ചിങ്കം സാറേ, ബോക്സിംഗ് റിംഗിലേക്ക് പോകു വേഗം. പോകുന്ന വഴിക്ക് ഞങ്ങൾ എല്ലാം പറഞ്ഞു തരാം. ചിങ്കം സാറേ, ഒന്ന് വേഗം പോകൂ. ഓക്കെ ഓക്കെ, ഇങ്ങനെ ഒച്ച വെക്കല്ലേ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ സത്യമാണോ? ബോക്സറേട്ടാ, നിങ്ങൾക്കൊരു അത്യാവശ്യ ജോലിയുണ്ട്. പറ, എന്താ ജോലി? എന്നാ പണി? പെട്ടെന്ന് പറയടാ. ഓ, അത് പറയാനല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഒരു ബോക്സർ നിങ്ങളോട് ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. അവൻ നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതെ, എന്നോട് ഫൈറ്റ് ചെയ്യാൻ ആർക്കാണ് ഇവിടെ ധൈര്യം? എനിക്കാണ്. I am the best. I am the greatest. ഇത് ഭയങ്കര വലുതാണല്ലോ. ഒരു രാക്ഷസനെ പോലെ ഉണ്ടല്ലോ. ഞാൻ ഇവരോട് ഫൈറ്റ് ചെയ്യൂല. എനിക്ക് എന്താ പറ്റിയത്? സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. എനിക്ക് ഈ തേങ്ങാ വെള്ളം ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ്. ഇന്നു മുതൽ നിങ്ങൾ എന്റെ കൂട്ടുകാരനാണ്. എന്റെ എല്ലാ കൂട്ടുകാരും ആൽബത്തിനകത്ത് കുടുങ്ങിപ്പോയി. അവരെങ്ങനെയാ ഒന്ന് പുറത്തു കൊണ്ടുവരിക? ആരെങ്കിലും ഈ ബല്ലുവിനെ തോൽപ്പിക്കുകയാണെങ്കിൽ വീണ്ടും ആ ബല്ലു ആൽബത്തിൽ അടയ്ക്കപ്പെടും. ബാക്കി എല്ലാവരും രക്ഷപ്പെടുകയും ചെയ്യും. ഞാൻ യുദ്ധം ചെയ്യാൻ നിന്റെ കൂടെ. എനിക്ക് എന്റെ കൂട്ടുകാരെ രക്ഷിച്ചേ പറ്റൂ. മോട്ടു, നിനക്ക് ബല്ലൂനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. അതെ, ഇതെന്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. മാത്രമല്ല, ഇത് ഫുർഫുറി നഗരത്തിന്റെ ഒരു അഭിമാന പ്രശ്നവുമാണ്. ഇവൻ ഇങ്ങനെ ഓരോരുത്തനെയും ഇടിച്ചിടിച്ച് ആൽബത്തിനകത്താക്കിയിട്ട് എന്നിട്ട് അവന്റെ ശരീരം സ്വയം വലുതാക്കുമല്ലേ. ഞാൻ ഇനി ഒരിക്കലും ഇതിന് സമ്മതിച്ചു കൊടുക്കില്ല പത്ലു, ഒരിക്കലുമില്ല. I like it. I like it. I am the best. I am the greatest. Come on, box. I am the best. I am the greatest. Come on, fight.
കിടന്ന് ഓടുന്നത്? ഫൈറ്റ് ഫൈറ്റ്. അതെ, ഞാൻ വാമപ്പ് ചെയ്തോണ്ടിരിക്കുക. എന്റെ അമ്മോ, എന്റെ പഞ്ചൊന്നും ഇവന് ശരിക്കും അങ്ങോട്ട് ഏശുന്നില്ലല്ലോ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല പത്തലു. എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ, ഞാൻ ഇപ്പൊ വരാം. മോട്ടു, ഇത് കണ്ടോ? സമൂസ കഴിച്ചിട്ട് പണി തുടങ്ങിക്കോ. പൊളിച്ചേ. ഇനി നീ ഇടിക്കേ, നിന്റെ ഊഴവാ. ഞാൻ ഇത്രയും ഇടിയൊക്കെ ഇടിച്ചിട്ടും നിനക്ക് എങ്ങനെ നിൽക്കാൻ കഴിയുന്നു? ഞാൻ നിന്റെ പഞ്ച് നിന്നോണ്ടല്ലോ ഇവിടെ നിൽക്കുന്നത്, സമൂസ നിന്നോണ്ടാ നിൽക്കുന്നത്. ഇനി നീ കണ്ടോ എന്റെ പഞ്ചിന്റെ മഹത്വം എന്താണെന്ന്. ഞാൻ തോറ്റിരിക്കുന്നു. മതി, ഇനി വയ്യ. യു ആർ ദ ബെസ്റ്റ്. യു ആർ ദ ഗ്രേറ്റസ്റ്റ്. മോട്ടു പത്ലു, നിങ്ങൾ വളരെ ബുദ്ധിശാലികളാ. പിന്നെ മോട്ടു, നീ ബുദ്ധിമാൻ മാത്രമല്ല, നല്ലൊരു മനുഷ്യൻ കൂടിയാണ്. കാരണം നീ നിന്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണ് നിന്റെ ജീവൻ പോലും പണയം വെച്ചത്. ഇനി ഞാൻ പൊയ്ക്കോട്ടെ. ഈ ആൽബം അവിടെ തന്നെ കൊണ്ടുപോയി വെക്കണം. എന്നെങ്കിലും ഒക്കെ അങ്ങോട്ട് വാ, നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നിങ്ങളെ കഴിപ്പിക്കാം.